Hello friends, welcome back to TikTok. It's me, Leah. And Laura. Yay! Clap! Yeah. Okay, so we're back again. After A long time. Correct. ഒരു മാസത്തിൽ കൂടുതലായി guys. Like more than 2.5 months. So 2.5 months. one I did like we ended like at June and now we're here at August the end, right? ഓഗസ്റ്റ് നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഒന്ന് പ്രോഗ്രാം തുടങ്ങി. അടുത്ത ആഴ്ച ക്ലാസ്സുകൾ തുടങ്ങുക. Yeah, but yeah, really happy to be back after a really long time. Not really long time, but yeah, we actually missed coming here. Yeah, so കാരണം എന്താ ഞങ്ങൾ എവിടെ പോയി, ഞങ്ങൾ നാട്ടിൽ പോയി, അതുകൊണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വെക്കേഷൻ ചെയ്യണ്ടേ, ഞങ്ങളുടെ വെക്കേഷന് പോണ്ടേ. So that's why we went to India for our vacation, and I really hope all of you had a amazing holiday, a vacation, and ഇനി ഒരു ദിവസം കൂടി ഉണ്ട്, ബട്ട് അതും പരമാവധി ആഘോഷിച്ചു തീർക്കാം. ഇന്നും നാളെയും അപ്പൊ 2 ദിവസം. മോസ്റ്റ് സ്കൂൾസിന് 26 അത് ആണോ? അപ്പൊ സ്കൂളൊക്കെ തുറക്കുക, അതാണ് മെയിൻ. അപ്പൊ ഈ മിക്ക സ്കൂളുകളും ദിസ് മൺഡേ ക്ലാസ് തുടങ്ങും. അപ്പൊ അതിൻ്റെതായ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഹോളിഡേ ഹോംവർക്ക്, പിന്നെ നോട്ട്സ് കുറെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ലൈക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ പരിപാടികളെല്ലാം നമ്മൾ ഇന്നും നാളെയും കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് യൂണിവേഴ്സൽ ട്രൂത്ത്. പക്ഷെ കുറച്ച് പേരുണ്ട് എല്ലാം ചെയ്ത് നന്നായിട്ട് എല്ലാ ബിഗിനിങ്ങിൽ തന്നെ എല്ലാം ചെയ്ത് തീർക്കുക, എന്നിട്ട് അവർ ഹാവ് ഫൺ ചെയ്യും. അതാണ് ശരിക്കും നമ്മൾ ചെയ്യണം. പക്ഷെ ഇതാണ് ഒരു ഇതിൽ കൂടുതൽ രസം. അല്ലല്ല, ചിലവർക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ അവസാന നിമിഷം വരെ എല്ലാ കൂട്ടുകാർക്കും, എന്നിട്ട് അവസാനത്തെ 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ആ തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസത്തെ രാത്രി എല്ലാം ഇത് ചെയ്ത് സ്ട്രെസ്സായി ടെൻഷനായിട്ടിരിക്കും. ആ സ്ട്രെസ്സിലും ടെൻഷനിലും ഉണ്ട് നല്ല കാര്യം. ആ സ്ട്രെസ്സിലാണ് നമ്മൾ മുഴുവനും ചെയ്ത് തീർക്കുക. അപ്പൊ ഇച്ചിരി ചെയ്യാതിരിക്കും, അത് നമ്മൾ സ്കൂളിൽ പോയി ടീച്ചറിന്റെ വാങ്ങിക്കും, അത്രേ ഉള്ളൂ പ്രശ്നം. ടീച്ചർ എക്സ്ട്രാ ടൈം തരും. ഓക്കെ, ലാസ്റ്റ് വാർണിംഗ്, 1 more day ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടൈം തരും. അതിന് മുമ്പ് നമ്മൾ ചെയ്ത് തീർക്കും. അപ്പൊ പ്രോബ്ലം സോൾവ് അല്ലേ? അപ്പൊ എല്ലാരും ഹോളിഡേസ് ഒക്കെ ആഘോഷിച്ച് ഇപ്പൊ എല്ലാരും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് അല്ലേ? അപ്പൊ ചിലവരുണ്ട് ഇപ്പൊ 10th ലും 12th ലും ഒക്കെ പഠിക്കുന്ന ആൾക്കാര് നാട്ടിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. പോയി കാരണം എനിക്ക് my having fun in life is more important. I wouldn't say like that, but you should have fun, no? Yes, you should have fun. 10th ന്റെ സമയത്ത് ബിക്കോസ് ചില മിക്ക ആൾക്കാരും 12th ലെ ആൾക്കാരൊക്കെ പോകാറുണ്ട്, പക്ഷെ 10th ലെ ആൾക്കാരാണ് പോകാൻ എമർജൻസി എന്തെങ്കിലും അവർ പോകും. അതല്ലാതെ പോകാൻ സാധ്യത ഇല്ല. അപ്പൊ കല്യാണം എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇങ്ങനെ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ അവർ പോകും. യെസ്, ബിക്കോസ് 10th അല്ലേ ആദ്യം ബോർഡ് എക്സാം എഴുതുന്നത്. ലോറ, your time is really coming close, so okay, yeah, all the best. So അപ്പൊ അതിൻ്റെതായ അപ്പൊ വീട്ടിൽ കുറെ പേര് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ call us, വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ. നിങ്ങളോട് ചോദിക്കാൻ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ വിശേഷം ഇപ്പൊ വെക്കേഷൻ കഴിയാറായല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അറിയാന്, പിന്നെ സ്കൂളൊക്കെ തുറക്കുന്നത് അത് ചോദിക്കാൻ വലിയ താല്പര്യമില്ല. ബിക്കോസ് ആർക്കാണ് അതൊക്കെ എന്നോട് താല്പര്യമുള്ളത് അല്ലെ? എല്ലാവർക്കും ഇല്ല, പക്ഷെ എന്നാലും വിളിക്കേണ്ട നമ്പർ 0423824191. യെസ്, അപ്പൊ വിളിച്ചോളൂ. നാളെ കിട്ടോ നമ്പർ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എത്ര നേരം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഈ നമ്പർ മറക്കാതിരിക്കാൻ വേണ്ടിട്ട്. ബട്ട് അപ്പൊ എല്ലാരും വിളിക്കുക. പറയാ വിളിക്കുന്ന നമ്പർ 0423824191. അപ്പൊ വിളിക്കുക. അപ്പൊ ഞങ്ങള് ആ സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വെക്കേഷൻ എന്തൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് പറയാം. ഞങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ പറയണം. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ പറയണം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ടെന്നല്ല ആൾക്കാർ ഇങ്ങനെ പോവല്ലേ, അതുകൊണ്ട് ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ലല്ലോ, എല്ലാം കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഞങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് ഓബിയസ്ലി. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും നാട്ടിൽ പോയി. അന്ന് തന്നെ ഞങ്ങള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ, അന്ന് തന്നെ ഞങ്ങൾ രാവിലെ അവിടെ ഇല്ല, ഒരു 4 മണിയായി എത്തി. അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അവരൊരു പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ എന്നാ ചെയ്തു, തിരിച്ച് വീട്ടിൽ പോയി കിടന്നു തുടങ്ങി. ബിക്കോസ് ഭയങ്കര ക്ഷീണമാണ്, അവിടെയും പോയി ഇവിടെ എല്ലാം പോയി, അതുകൊണ്ട് ക്ഷീണമായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം എണീറ്റ് ഞങ്ങള് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോയി. ലോങ് ട്രിപ്പ്. 4 മണിക്കൂർ അവിടെ ട്രിപ്പ് അങ്ങോട്ട് പോയി. രാവിലെ നേരത്തെ എണീറ്റിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ടെന്താണ് പറഞ്ഞോളൂ, ഞാൻ മറന്നു. അവിടെ നിന്നു ഒരു 2-3 ദിവസം നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് കോട്ടയത്തേക്ക് വന്നു. എന്നിട്ട് എന്താ ചെയ്തത്, എന്നിട്ട് ഒരാഴ്ച ലിയക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ 12th ആയതുകൊണ്ട്
ബ്രിഡ്ജ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഡോണ്ട് വറി, ആ ഒരു 5 ദിവസം ഞാൻ എൻ്റെ സിസ്റ്റർ മഞ്ജു എൻജോയ് ചെയ്തു. എന്നിട്ട് ലിയ എന്നെ ചെയ്തു ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താഴെ പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരും അപ്പാപ്പൻ്റെ കൂടെ. പക്ഷെ വാട്ട് അബൌട്ട് യു? പിന്നെ ഞങ്ങൾ TV ഉണ്ട്. ലിയ ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ലീ ഹാഡ് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകും. ഓക്കെ, ലിയ ക്ലാസ് ഉള്ളതുകൊണ്ട് അപ്പോൾ തട്ടുകടയിൽ പോയി ഞങ്ങൾ ഫുഡ് കുറേ കഴിച്ചു. ഓക്കെ, എന്നിട്ട് ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അത് അടുത്ത ആഴ്ചയാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത് കേട്ടോ ഗൈസ്. ഞങ്ങൾ എവിടെ പോയി? ഞങ്ങൾ ബാംഗ്ലൂർ റോഡ് ട്രിപ്പ് പോയി. ഓക്കെ, എത്ര മണിക്കൂർ? 12 മണിക്കൂർ. 12 hours of road trip. Imagine. ഒരിടത്തും ഇറങ്ങാതെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. അതല്ലാതെ എന്നിട്ട് കാഴ്ച കാണാൻ ഇറങ്ങി. പക്ഷെ അവിടെ കൊറേ മങ്കികളുണ്ടായിരുന്നു. ഞങ്ങൾ കൊറേ ലോറയുടെ ആൻസിസ്റ്റേഴ്സും ലോറയുടെ കൊറേ കൂട്ടുകാരൊക്കെ കണ്ട്. അത് നല്ല കാര്യമല്ലേ? എന്റെ ആൻസിസ്റ്ററിലും ഇതിൽ സിബ്ലിങ്ങിലൊക്കെ പെടുന്നതാണ് ലിയ. അതൊന്നും കുഴപ്പമില്ല, ലിയനെയും കണ്ടു കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങൾ എവിടെ പോയി? ഞങ്ങള് കൊറേ ചായ കുടിച്ചു ഗൈസ്. കൊറേ ചായ ഓരോ 10 മിനിറ്റ് 15-20 അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് നിൽക്കുമ്പോഴത്തേനും ഇതിൽ കട കാണുമ്പോഴത്തേനും ഇവരെന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ എനിക്ക് ചായ വേണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെക്കും ഇവിടെ എത്ര ഏതായിരുന്നു നല്ല ചായ എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടപ്പെട്ടു. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തി. ഞങ്ങൾ വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നിന്നത്. ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പൊ കസിൻസിന്റെ കൂടെ one of the most memorable time because ഞങ്ങൾ എല്ലാ കസിൻസും ഒന്നിച്ചു കൂടിയത് അവിടെയാട്ടോ. യെസ്. അപ്പൊ അന്ന് ഞങ്ങൾ കുറെ കളിക്കുകയും we had so much fun. അങ്ങനെ ഞങ്ങൾ കുറെ സൂയിലൊക്കെ പോയി, പാർക്കൊക്കെ പോയി. അപ്പൊ അവിടെ അങ്ങ് പോയി, അവിടെ കുറെ ആഘോഷിച്ച് 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആ 3 ദിവസം we had so much fun. അപ്പൊ അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വന്നു. അതേ വണ്ടിയിൽ നിന്ന് തന്നെ അതേ സ്ഥലത്തിൽ നിന്ന് തിരിച്ചു വന്നു. പക്ഷെ അതിന്റെ അന്നും കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയത് ഇറ്റ് വാസ് വെരി ലോങ്. നമുക്കത് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേനും ഇറ്റ് നോട്ട് ഫീൽ ലൈക്ക് ഇറ്റ് വാസ് ദാറ്റ് ലോങ്. So it was not 12 hours? Yeah, it was not 12 hours. I know it was less than 12 hours. Okay. Then? എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടേക്കാ? എങ്ങോട്ടാ? ഞങ്ങളുടെ ഇടുക്കിയിലേക്ക് പോയി. വാഗമണ് പോയി. അവിടെ ഫുള്ള് കറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പിന്നെ കുറേ ദിവസം അങ്ങനെ പോയി. ഞങ്ങൾ പുറത്ത് സ്ഥലത്തൊക്കെ പോയി. പിന്നെ എന്നിട്ട് അപ്പം തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ എവിടെ പോയി? ഞങ്ങൾ ആലപ്പുഴയിൽ പോയി. ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിൽ പോയിട്ട് ബീച്ച് കണ്ടത് ഈ വർഷം. ആലപ്പുഴ ബീച്ചിൽ പോയി. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അവരുടെ കൂടെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയി. ആൻഡ് telling you it was amazing. Like ആലപ്പുഴ ബീച്ച് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആലപ്പുഴ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ പോയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയ ആൾക്കാർ വിളിച്ച് പറയാം ഞങ്ങൾ പോയിട്ടുണ്ട്. ആർക്കാണെങ്കിലും വിളിച്ച് പറയാം കേട്ടോ. അപ്പൊ വിളിക്കുന്ന നമ്പർ 04238249. പക്ഷെ ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് കോൾസിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബിക്കോസ് ആരോടും നമ്മൾ വലിയ കാര്യമായിട്ട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് കോൾസ് പരമാവധി വേണം. എന്നാലും ഗൈസ് ട്രൈ കോളിംഗ് us. എനിക്ക് ലിയാനേക്കാളും പൊക്കമുണ്ടല്ലേ ഇതിനകത്ത്. അതെന്തുകൊണ്ടാ? ഹീൽസ് ഇട്ടോ കണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലേ അവിടെ ഹീൽ എന്താന്ന്. പക്ഷെ എന്നാലെന്താ, എനിക്ക് അവളെക്കാൾ നല്ല പൊക്കമുണ്ട്. പറ എന്നിട്ട് ലിയ ഇതിൽ ആലപ്പുഴയിൽ പോയി. അത് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ സെലിബ്രിറ്റീസിനൊക്കെ കണ്ടു. ബിക്കോസ് അവർക്ക് ഇച്ചിരി റിലേഷനൊക്കെ ഉള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒക്കെ. ലിയ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലിയ ഏറ്റവും മിസ് ചെയ്തത് നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേനും ഏറ്റവും കൂടുതൽ മിസ് ചെയ്താ എന്ത്? ഏതൊരു മെമ്മറിയാണ് ഏറ്റവും കൂടുതൽ നാട്ടിൽ പോയപ്പോഴത്തേനുള്ള മെമ്മറി? നാട്ടിൽ നമ്മള് നാട്ടിൽ പോയി തിരിച്ചു വന്നു. നാട്ടിൽ നിന്ന് എന്താ മിസ് ചെയ്തത്? നാട്ടിൽ നിന്ന് എന്താ മിസ് ചെയ്തത്? I really missed my grandparents for sure. ഞാനും ഉണ്ട്. ഞാൻ അവിടെ ആലപ്പുഴയിൽ ബീച്ചിൽ പോയപ്പോഴത്തേന് സൺസെറ്റ് ഒക്കെ കണ്ടപ്പോഴത്തേന് ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ കുറെ ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ആരും കണ്ടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അവള് മാത്രം ഇട്ടു, അവള് തന്നെ കണ്ടു, അവള് തന്നെ ആഘോഷിച്ചു, സന്തോഷം. ഫ്രണ്ട്സുകളൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ പോയത് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ബാംഗ്ലൂരിൽ പോയി അത് കഴിച്ചത് ഓർക്കുന്നുണ്ട്. ഏത് കഴിച്ചത്? പാനിപ്പൂരി കഴിച്ചു. പിന്നെ എന്തൊക്കെ കഴിച്ചില്ല. അപ്പൊ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കുറെ കഴിച്ചു. അപ്പൊ അതിൻ്റെതായ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഫോർ ഷുവർ. പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ, വാട്ട് ഈസ് സംതിങ് യു ഡിഡ് ദറ്റ് ഈസ്
you're unique that you did during the holidays? Like ഇതുവരെ ചെയ്തിട്ടില്ല. You felt ഇതുവരെ ചെയ്യാത്ത കാരണം ഞങ്ങള് യുണീക്കായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാല് നാട്ടില് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ ഒന്നെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, അമ്മയോ അപ്പ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെ പോയി. Yes, ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെ അമ്മാമ്മ പറഞ്ഞു ഇച്ചിരി പൊട്ടറ്റോ വാങ്ങിക്കാൻ, ലെമൺ വാങ്ങിക്കാൻ, ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ താഴെയുള്ള ഇച്ചിരി പോകണം കേട്ടോ, ഇച്ചിരി നടത്ത് അവിടെ വരെ പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഫ്രൂട്ടിയും കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. അതെനിക്ക് ഇച്ചിരി യൂണീക്കായി. That is unique. Okay. വേറൊരു കാര്യം, ഇവിടെ ആണെങ്കിൽ അവിടെ പച്ചക്കറി എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് അവള് തിരിച്ചു വന്നത്. ഓക്കെ, അവള് എക്സ്ട്രാ അവള് അവിടുത്തെ ഓണർ, ആ ഷോപ്പിന്റെ ഓണർ അവിടെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അറിയാമോ ഓണറാന്ന്? ആ ഓണറായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാണ്, എനിക്ക് നല്ല ആളെ കണ്ടിട്ടുണ്ട്. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് മുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഹിസ് ദി ഓണർ. ഓക്കെ, അപ്പൊ ഹി വാസ് ഹെൽപ്പിംഗ് അസ് വിത്ത് ദി ഗ്രോസറീസ്. എന്നിട്ട് എല്ലാം തൂക്കിയൊക്കെ തന്നിട്ട് ദി ഓണർ ഹി സെഡ് ദാറ്റ് ഇത്രയാണ്. ഓക്കെ, അപ്പൊ 35, 36 എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, 40 എന്തോ കൊടുത്ത്. ഓക്കെ, പൈസ 40 കൊടുത്ത്. അപ്പോൾ 5 രൂപയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് 5 രൂപയുണ്ട്, ടിപ്പായിട്ട് എടുത്തോളാം. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഫൈൻ. ഹലോ, വെൽക്കം ടു ടിങ് ടോങ്. ആരാ സംസാരിക്കുന്നത്? റിയ. ഹായ് റിയ. റിയ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 12th-ലാണ്. 12th-ലോ? 12th ഏത് സ്കൂളാ? ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ. ഏതോ? ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ. ഓ, ഓക്കെ. ഓക്കെ, അപ്പൊ 12th-ലായതും കൊണ്ട് ഒരു ഫ്യൂച്ചർ എന്താണെന്നൊരു മനസ്സിലുണ്ടോ? അതായത് ഡോക്ടറാ. ഓക്കെ, അടിപൊളി. ശരിക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഷോ കാണാറുണ്ടോ? പ്ലീസ് യെസ് എന്ന് മാത്രം പറയപ്പോഴേ. നോന്നോ ഞങ്ങൾ ചമ്മി പോകണ്ട. ഇടയ്ക്ക് അത് മതി, ഇടയ്ക്ക് മതി. ഒരു പ്രാവശ്യം കണ്ടോ, അത് മതി. താങ്ക് യു കേട്ടോ, ഇനിയും കാണണം കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പൊ ഈ പ്രാവശ്യം സമ്മർ വെക്കേഷന്റെ സമയത്ത് നാട്ടിൽ പോയായിരുന്നോ? ഇല്ല. പോയില്ല. 12th അതുകൊണ്ട്. 12th. അപ്പൊ പഠിക്കായിരുന്നോ? അതെ. ആണോ? ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോയോ? എന്തോ ഹോളിഡേ ഹോംവർക്ക് ഒക്കെ ഇല്ലേ കൊറേ? ഉണ്ട്. എല്ലാം ചെയ്ത് തീർത്തോ അതോ ഇനി ഉണ്ടോ ബാക്കി? കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ആദ്യം മുതൽ ചെയ്ത് തീർത്ത എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ റിലാക്സ്ഡ് ആണല്ലേ? അതെ. എന്നെ പോലെ അല്ല. അപ്പൊ ഇനി 2 ദിവസം കൂടെ ഉണ്ടല്ലേ സ്കൂൾ തുറക്കാനായിട്ട്? എക്സൈറ്റഡ് ആണോ? സ്കൂളിൽ സ്കൂളിനെ ഏറ്റവും കൂടുതലും സ്കൂളിലെ ഫ്രണ്ട്സിനോ ആരെങ്കിലും ടീച്ചേഴ്സിനോ എന്താ കൂടുതലും മിസ് ചെയ്തത് സ്കൂളിൽ? ആ ഒരു ഇതില് ഫ്രണ്ട്സ് തന്നെ എല്ലാവർക്കും തന്നെ. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ടീച്ചേഴ്സിനെ മിസ് ചെയ്യും. ടീച്ചർ ഇപ്പൊ നല്ല ക്ലോസ് ആണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെ മിസ് ചെയ്യും. അതാണ് എപ്പോഴും ഫ്രണ്ട്സ് അല്ലേ? അതെ, ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ അടിപൊളിയാ. കെമിസ്ട്രി ടീച്ചറാ. കെമിസ്ട്രി ടീച്ചറിനെ മിസ് ചെയ്യുന്നുണ്ടോ? അതെ. എന്റെ ബയോളജി പണ്ടത്തെ കഴിഞ്ഞ വർഷത്തെ ബയോളജി ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു ബയോളജി ടീച്ചർ അത്രേ ഉള്ളൂ. Okay, so what are you actually eagerly waiting for? Like holidays ഒക്കെ തീർന്നു, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പം എന്താണ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്? അതേ ഉള്ളൂ. അതല്ല വേറെ കാണണം. ഫ്രണ്ട്സിനെ കാണണം. അതല്ലാതെ വേറെ പിന്നെ എക്സാമിന് ഈഗർലി എക്സാംസ് വരുന്നുണ്ട്, പ്രോഗ്രാം വരുന്നുണ്ട്. അങ്ങനെ. അപ്പൊ ഇപ്പൊ 12th-ലല്ലേ? അപ്പൊ ഫെയർവെൽ ഒക്കെ കാണത്തില്ലേ? എന്ത് ഫെയർവെൽ? ഉണ്ട്. അതിനൊക്കെ are you waiting for that? Yes. Yes, surely, even me too. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായ ഈ മീറ്റിംഗ് ഒക്കെ അല്ലേ? 12th graders സ്പെഷ്യാലിറ്റി ഇല്ലേ? ഞങ്ങളാണ് ടീച്ചേഴ്സിന് പാർട്ടി കൊടുക്കാൻ. Yes. Even I'm waiting for that. Hey, you're 12? I'm 12th. ഇവിടെ ഏറ്റവും കണ്ട തോന്നിക്കില്ലല്ലേ? ഒരു 2-3 ദിവസം മുന്നേ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരു സ്ഥലത്തൊരു ഒരു പ്രോഗ്രാം, ഒരു ഫംഗ്ഷൻ ആട്ടാ. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 3 സിബ്ലിങ്സ് കേട്ടോ. അപ്പം ഏറ്റവും ഇളയതാണ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവരോട് ഞങ്ങളുടെ പ്രായം ചോദിച്ചു. അപ്പോൾ അവർ പറയാം കേട്ടോ, ഏറ്റവും ഇളയത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇവിടെ നിൽക്കുന്ന ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു. യങ്ങായിട്ടിരിക്കുന്ന രസം. True, right? Yes. You are 12th-ലല്ലേ? You know we should meet sometime, yeah? Inshallah. Yes, we should. അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം. Yes. ഗിഫ്റ്റ് കിട്ടുമ്പോ നമ്മള് ഇവിടെ സ്റ്റുഡിയോ വരത്തില്ലേ? അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം.
ഓക്കെ? ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം വെക്കട്ടെ? ഗിഫ്റ്റ് വേണമെങ്കിൽ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയണം. ഓക്കെ? ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. 12th ഗ്രേഡിലായതുകൊണ്ട് കുറെ പഠിച്ച് മനസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. മനസ്സ് പഠിച്ച് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ? ഓക്കെ. What has to be broken before you can use it? Egg. Congratulations, Riya, you got the answer right. അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്കൊപ്പം ഉറപ്പായിട്ട് മീറ്റ് ചെയ്യണം കേട്ടോ. Okay. Yeah, അപ്പൊ congratulations, correct answer ആയിട്ടാ കിട്ടിയത്. Thank you. Yeah, അപ്പൊ 800825 എന്ന നമ്പറിലേക്ക് വിളിച്ചാല് നിങ്ങളുടെ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ് കേട്ടോ. Okay. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം. ഓക്കെ? ബൈ ബൈ. Thank you for calling. Bye bye. Bye. ബൈ. ഓക്കെ, സോ നമുക്ക് റിയ ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ വയസ്സുള്ള ആരെ വിളിച്ചത് എനിക്ക് സന്തോഷം, എനിക്ക് ശരിക്കും. ഓക്കെ, ഇനി 12th ഗ്രേഡേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടാ, എനിക്ക് വേണ്ടിട്ട്. പഠിക്കുന്നവര് വിളിക്കാം, അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും കുഞ്ഞു പിള്ളേരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ വലിയവർക്കും വിളിക്കാം. ഓക്കെ? വെറുതെ ഞങ്ങളോടൊക്കെ സംസാരിച്ച് നിങ്ങളുടെ one thing that ഞങ്ങൾ എപ്പോഴും പറയുന്നത്, use this as an opportunity to showcase your talent. ഞങ്ങൾക്ക് പാട്ട് പാടാനുണ്ടെങ്കിൽ പാട്ട് പാടാം, ഞങ്ങൾക്ക് പാട്ട് പാടിത്തരാം. അപ്പൊ ഞങ്ങൾ കൈകൊട്ടി നിങ്ങളെ സന്തോഷിപ്പിക്കും. അപ്പൊ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ അറിയത്തില്ലേ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്. ഓക്കെ? പിന്നെ നിങ്ങൾക്ക് പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ ടൈം സ്ലാപ്പ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ? എന്നിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കുന്നതിന്റെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് ഇപ്പൊ പ്ലേ ചെയ്ത് തരാം. ഓക്കെ? ഇൻസ്ട്രുമെന്റ് അല്ലേ, അപ്പൊ നമുക്ക് കേട്ടാൽ മാത്രം മതിയല്ലോ. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് യുവർ talents. Yeah, so ഇപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824911. അപ്പൊ നമ്മള് സ്കൂൾ തുടങ്ങി, നമ്മള് ഹോളിഡേസ് പറഞ്ഞു തീർത്ത്. നമ്മള് കുറെ ഞങ്ങളുടെ ഹോളിഡേസ് പരമാവധി എന്തെങ്കിലും ഓർക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ആ നിമിഷം നമുക്ക് പറയാൻ ചെയ്യാം. അല്ല, അതുകൂടാതെ ഞങ്ങള് സ്ലീപ്പ് ഓവേഴ്സിനൊക്കെ പോയി. ഇവിടെ തിരിച്ച് ദുബായിലേക്ക് വന്നു കഴിഞ്ഞിട്ട് 2 days സ്ലീപ്പ് ഓവർ കഴിച്ചു. 2 ദിവസം അവരുടെ വീട്ടിൽ കിടന്നു. അവര് മടുത്തു പോയി. നമ്മള് എങ്ങനെയെങ്കിലും ഇറക്കിപ്പോ തരുമോ മുന്നേ അവള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന. അപ്പൊ അങ്ങനെ അവളുടെ കൂടെ കുറെ ദിവസം അടിച്ചു കളിച്ചു. അപ്പൊ അവര് കെന്യയിലാ പോയിരുന്നത്. അപ്പൊ അതിന്റെ കുറെ കഥകൾ പറയാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ കഥകൾ ഞങ്ങള് കേട്ടു. അപ്പൊ അങ്ങനെ ഉറങ്ങിയപ്പോ തന്നെ 3 മണിക്കൂർ അല്ലെ 4 മണിയായി. ഭയങ്കര ടയർഡാണ്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മള് ഹോളിഡേസിനെ പറ്റി സംസാരിച്ചു. പിന്നെ ഇനി ഹോളിഡേസ് വിട്ടേര്, നിങ്ങളുടെ ഹോളിഡേസ് എങ്ങനെ ആഘോഷം ഞങ്ങൾക്ക് പറയാം. വി വുഡ് ലവ് ടു നോ. ഞങ്ങൾക്ക് ഇങ്ങനെ വി ആർ ഗുഡ് ലിസണേഴ്സ്, മോർ ദാൻ പീപ്പിൾ ഹു ടോക്ക്. വി ആർ ഗുഡ് ലിസണേഴ്സ്. സോ ദാറ്റ്സ് വാട്ട്. ഇനി നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ വാട്ട് ആർ യു മോസ്റ്റ് ഈക്വലി വെയിറ്റിംഗ് ഫോർ അതർ ദാൻ ഫ്രണ്ട്സ്? എന്നോടാണോ? ഓക്കെ, സോ വാട്ട് ആം ഐ വെയിറ്റിംഗ് ഫോർ? ഒരു ഹലോ, ഹായ്. വെൽക്കം ടു ടിങ് ടോങ്. ഫാത്തിമയാണ് സംസാരിക്കുന്നത്. ഫാത്തിമ, ഹായ്. ഹായ്, എന്റെ സിസ്റ്ററിന് നിങ്ങളോട് സംസാരിക്കണം. ആണോ? എന്നാ സിസ്റ്ററിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. സിസ്റ്ററെ, ഹലോ ഹലോ, ഹായ്. പേരെന്താ? അയിനു ആണോ? അയിനു എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? എന്റെ സ്കൂളിൽ പോവാത്തേ? ഹലോ, ചെറിയ കുട്ടിയാണോ? എത്ര വയസ്സായി? 3 years ആണോ? സ്കൂളിൽ പോവാൻ ആഗ്രഹം ഉണ്ടോ എനിക്ക്? ഉണ്ട്. അപ്പൊ ഫാത്തിമ സ്കൂളിൽ പോകുമ്പോഴത്തേനും അതിനൊക്കെ സങ്കടാവോ? ഫാത്തിമ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും അതിനൊക്കെ സങ്കടാവോ? ഫാത്തിമ സ്കൂളിൽ പോകുമ്പോ ഇല്ലേ? അപ്പൊ അതിനൊക്കെ സങ്കടം ആകുവോ? കുഴപ്പമില്ല, വിട്ടു. ഒന്നും പറഞ്ഞില്ല കേട്ടോ അതിനു. ആണോ? ആണോ? സുഖം. അതിനൊക്കെ എന്ത് വിശേഷം? ആണോ? അതിനോ ഒരു പാട്ട് പാടിത്തരുവോ? പാട്ട്
പാട്ട് പാടിത്തരുവോ? പാട്ട് പാടി കഴിഞ്ഞോ? ഞങ്ങൾ കേട്ടില്ല. ഒന്നും കൂടെ പാടും, ഞാൻ ശ്രദ്ധിക്കട്ടെ. എന്തോ പാട്ട് പാടിയിട്ട് ഓ വേർത്തു. കുഴപ്പമില്ല. അതിന് പാട്ട് പാടി വേർത്തോ? അത്രയും ചൂടാണോ? എന്നാ നന്നായിട്ട് പാടി കേട്ടോ. ഇനിയും പാടണം കേട്ടോ, അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് ഇനിയും അതിന് പാടണം കേട്ടോ. അപ്പൊ ഫാത്തിമ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വെൽക്കം. ബൈ. ഹലോ. അയ്യോ കോള് കട്ടായി. ചോദിക്കാൻ പറ്റില്ല, പക്ഷെ ഫാത്തിമ ഇനി ട്രൈ ചെയ്തു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാം. ഒന്നോടെ വിളിച്ച് ഫാത്തിമ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഗിഫ്റ്റ് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, ഗിഫ്റ്റ് വാങ്ങിക്കണം, ബിക്കോസ് ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, അതെനിക്ക് ചോദിക്കണം. അതിനെ പറ്റി പറയാം. അതിന് എന്ത് നന്നായിട്ട് പാടി കേട്ടില്ലേ? അതിന് കുഞ്ഞു കുട്ടിയാണ്, 3 വയസ്സുള്ള കുട്ടിയാണ്, എന്നിട്ട് പാട്ട് പാടി കേട്ടില്ലേ? So cute. അപ്പൊ ഇതുപോലെ ഇങ്ങനത്തെ നമ്മൾ കുറച്ച് ചെറിയ ആൾക്കാർക്ക് ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, ചെറിയ ആൾക്കാരും വിളിക്കണം. ചെറിയ കുട്ടികളൊക്കെ ഞങ്ങളെ വിളിച്ച് ഇതുപോലെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തരണം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824991. യെസ്. ഓക്കെ, അത് നിനക്കത് ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ലിയോട് ചോദിക്കണോ അതോ നമ്മുടെ കോളറിനോട് ചോദിക്കണോ എന്ന് ഇങ്ങനെ ഇരിക്കുക. എന്നാലും ലിയോട് ചോദിച്ചേക്കും. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു സിനിമ എടുത്തു വെച്ചില്ലേ? യെസ്. ഓക്കെ, നമ്മള് everyone knows this movie, but നമുക്ക് അലാദിൻ ഉള്ള മൂവി അറിയാം. Aladdin, there's a movie called Aladdin, but I don't think most of us know about Aladdin and the King of Thieves. എനിക്കറിയാം. I don't know. ഞാൻ ഈ ഇടയ്ക്ക് ഇന്നിരുന്ന സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്തത്. ബിക്കോസ് എനിക്ക് I liked it. Yeah, that's why. അലാദിൻ ആൻഡ് ദ ത്രീന് മുന്നേ അലാദിൻ ആൻഡ് റിട്ടേൺ ഓഫ് ജാഫർ റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുണ്ട്. അതിന് മുന്നാണ് അലാദിൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ലേ? അത് അപ്പൊ ഇത് ഈ 3 സിനിമകളാണ് അലാദിന്റെ ആനിമേറ്റഡ് വേർഷൻ, നോട്ട് ദ റിയൽ മൂവി. ഓക്കെ, അപ്പൊ കിങ് ഓഫ് തീവ്സിനെ കുറിച്ച് പറ. Yes, so Aladdin is about he's about to marry Princess Jasmine. Okay, ഇത് time of marrying Jasmine. Okay, yeah, but when the 40 thieves try to steal a magical oracular talisman, Aladdin is drawn into a dangerous quest to stop the thieves and find his long lost father. അലാദിന്റെ ഫാദർ. Yes. Okay, ഇതിന് ക്വസ്റ്റ് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. Quest. So the father is it turns out the father is trapped in the thieves. Okay, with the thieves. And thieves they try to steal the oracle. Oracle ennaanu? It's something. It's like a magical stick that tells the future. Okay, so they trying to steal it. Appo adindedaya kore background angante. It's fun actually. You know, number Alibaba and the 40 thieves. It's exactly like that. But Aladdin version. Exactly. So it was a very good, fun, entertaining and a time pass movie. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു മൂവി, അത് ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഇനി കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വിളിച്ച് പറയണം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് എ മൂവി Aladdin and the Thieves. King of Thieves. അപ്പൊ അതാണ് നമ്മുടെ മൂവി, ഇന്നത്തെ മൂവി റെക്കമെൻഡ്. എന്താ ചോദിച്ചു എന്നോട് എന്തോ പറഞ്ഞായിരുന്നു? ഞാനും പറഞ്ഞല്ലോ. ഇത് ചോദിക്കുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞു. അപ്പൊ അപ്പോഴല്ലേ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് മൂവിയിലേക്ക് പോകാന്ന്. അല്ല, ലോറ എന്നോട് ചോദിക്കുന്നു പറഞ്ഞിട്ട് അപ്പോഴാണ്. കറക്റ്റ് ഞാനാണ് ചോദിക്കാൻ വന്നത്. ഓക്കെ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, അത് ഞാൻ ലിയോട് ചോദിക്കാം. ലിയോടെ എനിക്കിത് ഫണ്ണി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും ടോപ്പ് 10 റിഡിൽസ് എന്നൊക്കെ പറയില്ലേ, ബെസ്റ്റ് നോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ വന്നതാണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ മാൻ വെന്റ് ഔട്ട്സൈഡ് ഇൻ ദ റെയിൻ വിത്തൗട്ട് എൻ അംബ്രല്ല ഓർ എ ഹാറ്റ് but did not get a single hair on his head wet because he didn't have hair. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് വേണം. അത് എന്നോട് ചോദിക്കില്ലേ? അപ്പൊ എനിക്ക് ഗിഫ്റ്റ് വേണം. കൺഗ്രാറ്റുലേഷൻസ് ലിയ. താങ്ക് യു. സോ
നമ്മളിപ്പോ അങ്ങനെ നമ്മുടെ ഹോളിഡേസ് സ്കൂളിനെ പറ്റി പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ ഇന്ന് രാത്രി എന്റെ എക്സാമുള്ള പഠിക്കാൻ തുടങ്ങും. എന്റെ ഹോളിഡേ ഹോംവർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇന്നത്തെ എന്റെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ഓർത്തു സ്കൂളെ പറ്റിയൊക്കെ പറഞ്ഞ് മാറ്റി ഞാൻ മടുത്തു. നമുക്ക് ഇനി കുറച്ച് ഫാക്ട്സ് പറയാം. അല്ല, അതിന് മുമ്പ് ഞാൻ കാണിച്ചോട്ടെ. ഓക്കെ, ഇത് നാട്ടിൽ പോയപ്പോ അല്ല അതിന് വെക്കേഷന്റെ സമയത്ത് ഉള്ള സമയം മുഴുവനും എപ്പോഴെങ്കിലും ഒരു എംബാരസിങ് ആയിട്ടുള്ള ഒരു സാധനം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു കോൾ ഉണ്ട് കേട്ടോ ഗൈസ്, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? പ്രണവൻ പുണ്യ. പ്രണവൻ പുണ്യ. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? പ്രണവ് എത്രാം ക്ലാസ്സിലായിരുന്നു? 7. പുണ്യയോ? കുഞ്ഞല്ലേ? ഫസ്റ്റ് ഗ്രേഡിലാണോ? ഫസ്റ്റ് ഗ്രേഡിലാണ്. നിങ്ങളുടെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നോടെ ഒന്ന് പറഞ്ഞ ഫോർ ദ ന്യൂ കോളർ അല്ലെ ന്യൂ വ്യൂവേഴ്സ്. പ്രണവും പുണ്യയും 7ാം ക്ലാസ്സിലും ഫസ്റ്റ് ഗ്രേഡിലുമാണ്. അപ്പൊ ഏത് സ്കൂളിൽ നിങ്ങൾ രണ്ടുപേരും പഠിക്കുന്നേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ ചെയ്യാൻ ഇഷ്ടം? ഹോബീസ്. അത് പിന്നെ നിങ്ങൾ പാട്ട് പാടുവോ, ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള നിങ്ങൾ പറ. ഞാൻ ചോദിക്കാം. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പ്രണവിനേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബീസ് എന്താ? ചെയ്യാൻ ഇഷ്ടമുള്ള എന്താ? കളിക്കാൻ ഇഷ്ടം എല്ലാം കളിക്കൂല. അങ്ങനെ വേണം, എല്ലാം കളിക്കണം അല്ലേ? വെൽ ഡൺ, ഗുഡ് ജോബ്. അപ്പൊ പുണ്യക്കോ? എന്തോ ഗെയിമോ? എന്ത് എല്ലാം ഇഷ്ടാ. വെരി ഗുഡ്. അപ്പൊ പ്രണവും പുണ്യയും നാട്ടിൽ പോയായിരുന്നു വെക്കേഷന്? ഇല്ല. എന്താ? വില കൂടുതല്. കറക്റ്റാ. ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ? ഹോളിഡേ ഹോംവർക്സ് എല്ലാം ചെയ്ത് തീർത്തോ? സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ടതെല്ലാം ചെയ്ത് തീർത്തോ? എന്താ ഹോളിഡേ ഹോംവർക്സ്? മനസ്സിലായില്ല. ഹോംവർക്ക് ഇല്ലേ, നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഹോളിഡേ ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർക്കണ്ടേ? അതൊക്കെ ചെയ്ത് തീർത്തോ? ഇല്ല. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഇന്ന് തുടങ്ങണം അല്ലേ? ഇന്നാണ് എല്ലാ പരിപാടികളും തുടങ്ങുന്നത്. പ്രണവിന്റെ പുണ്യയുടെ ക്ലാസ് ഈ മൺഡേ തുടങ്ങുവോ? എന്താ? ഈ മൺഡേ ക്ലാസ് തുടങ്ങുവോ? എക്സൈറ്റഡ് ആണോ? ഫ്രണ്ട്സിലൊക്കെ കണ്ടേ? അപ്പൊ ഞങ്ങളെ മുമ്പ് അലാദിന്റെ മൂവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? അലാദിൻ മൂവി കണ്ടിട്ടില്ല? ഈ ജീനിയൊക്കെ ലാമ്പിന്റെ അകത്തുനിന്ന് ജീനി വരുന്നതും കണ്ടിട്ടില്ലേ? അപ്പൊ സിനിമ കാണണം കേട്ടോ. സിനിമ അടിപൊളിയാട്ടോ, കാണണേ. അപ്പൊ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? നല്ല സ്റ്റോറി അല്ലേ? അപ്പൊ സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരുമോ? എന്താണ് സ്റ്റോറി? അലാദിന്റെ നമ്മുടെ കൂടെ താമസിക്കണ്. അപ്പൊ എന്താ ജോലിക്ക് വേണ്ടി നോക്കുമ്പോ അലാദിന്റെ മാമൻ വന്നിട്ട് ജോലി തരാന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഒരു കുടിയിൽ ഇതൊക്കെ എന്താ അടിയിൽ സാധനങ്ങൾ ഉണ്ട്, അതൊക്കെ എടുത്തുതരാൻ പറഞ്ഞു. അപ്പൊ ഗോൾഡ് അതൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കൊടുത്തിട്ട് അവസാനം മാമൻ അലാദിനെ അകത്ത് ട്രാപ്പാക്കി. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അതല്ലേ കഥ. ഞങ്ങൾ ഏതോ അല്ലാതിനെ കണ്ടത്. എത്ര അല്ലാതെ മൂവികളുണ്ട് അപ്പൊ? ഇത് നമ്മള് ബുക്കിലൊക്കെ പഠിക്കുന്ന സ്റ്റോറി അല്ലേ ഇത്? അലാദിൻ. ഇത് അലാദിൻ, അലിബാബ ആൻഡ് 40 Thieves അല്ലേ ഇത്? അലാദിൻ അല്ല, ഇതാണല്ലേ അല്ലാദിൻ? ഇല്ലല്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ സ്റ്റോറി ബുക്കിലൊക്കെ കിട്ടുന്ന സ്റ്റോറിയാണിത്. അതിന്റെ റിവേഴ്സ്ഡ് വേർഷൻ ആണ് മൂവിയിൽ കാണുന്നത് അല്ലേ? അപ്പൊ കറക്റ്റാ പറഞ്ഞത്, കറക്റ്റാ. കണ്ടിന്യൂ ചെയ്തോ? പിന്നെ എന്താ പിന്നെ ഏതൊരു ലാമ്പ് കിട്ടും. പിന്നെ എന്താ
ലാമ്പ് ഇട്ടും ജീനി വരും, വീട്ടിലോട്ടാക്കാൻ പറയും, അങ്ങനെ പോയിട്ട് അവസാനം അതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞിട്ട് റിച്ച് ആവും. റിച്ച് ആവും, അതല്ലേ ക്ലൈമാക്സ്. നന്നായിട്ട് കഥ പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രണവിന് കഥ സ്റ്റോറി ടെല്ലിങ് കഴിവുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും കഥയെ പറയണോ? ഇനി പുണ്യ പാടുവോ? പുണ്യ പാടും. പുണ്യക്കുട്ടി ഒരു പാട്ട് പാടിത്തരുമോ? Feelings coming over me. There is wonder in what everything I feel. Not a cloud in the sky, got the sun in my eyes, and I won't be surprised if it's a dream. Something in the wind has left my name, and it's telling me that things are not the same. In the leaves on the trees and the touch of the breeze, there is fleeting sense of happiness for me. അയ്യോ, നന്നായിട്ട് പാടി കേട്ടോ. ഇത് ഇംഗ്ലീഷ് പാട്ടല്ലേ? ഏത് പാട്ടത്? എങ്ങനെ പഠിച്ച? ടീച്ചർ പഠിച്ച? സ്കൂളിൽ നിന്ന് പഠിച്ചാണോ അത് വീട്ടിൽ പ്രണവ് പഠിപ്പിച്ചു തന്നെയാണോ? സ്കൂളിൽ പഠിച്ചതാണല്ലേ? ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ പുണ്യക്കുട്ടി. വെൽക്കം. അപ്പൊ ഇനിയും പുണ്യക്കുട്ടി നമുക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഇനിയും പാട്ട് പാടി തരണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഇനി ചോദ്യം ചോദിക്കട്ടെ? ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ പ്രണവിനും പുണ്യക്കുട്ടിക്കും വേണ്ടിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ഐ ആം ടോൾ വെൻ ഐ ആം യങ് ആൻഡ് ഐ ആം ഷോർട്ട് വെൻ ഐ ആം ഓൾഡ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പ്രണവിനും പുണ്യക്കുട്ടിക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ, സെറ്റ്. ഓക്കെ, അപ്പൊ ഇനി വിളിക്കണം കേട്ടോ. കിട്ടി. Okay, thank you for calling. Bye bye. Okay, that was so sweet. So we had Riya calling us, then we had Fatima and Ainu, then we have Pranav and Punya. Okay, മൂന്ന് പേര് വിളിച്ചു. അതുകൊണ്ട് നമ്മൾ ഇപ്പോ ഒരു ബ്രേക്കിന് പോയിട്ട് വരാം. Yes. വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. ഗൈസ്. ഓക്കെ, സോ നമ്മള് ലോറ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ഫാക്ട്സ് പറയാം. പണ്ട് പറഞ്ഞോണ്ടിരുന്ന ഫാക്ട്സ് ഓർക്കുന്നുണ്ട്. ലിയ ഫാക്ട്സ് പറയും, ഞാൻ റിയാക്ഷൻ ഇടും. ഓക്കെ, അപ്പൊ നമുക്ക് ലിയനെ റോസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സ്റ്റാർട്ട്. ഓക്കെ, നമ്മള് ഫാക്ട്സിൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്റെ ഫോണിന്റെ ആവശ്യമില്ല. ഓക്കെ, okay, so the moon, fact number 1, the moon is very hot, like it is like 224 degrees during the day, but very cold, like about like minus 243 degrees at night. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? So no, just imagine, what if the moon is the sun? What if sun is way hotter than the moon, you know that? അല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ എർത്ത് ഇങ്ങനെ കറങ്ങുമല്ലേ ഗൈസ്? അപ്പൊ കറങ്ങുന്ന സമയത്ത് മൂൺ നമ്മളുടെ സ്ഥലത്ത് വരുമ്പോ ആണ് രാത്രി. ഓക്കെ, ആ സമയത്ത് സണ്ണ് ഇപ്പുറത്തെ സൈഡിലായിരിക്കൂലേ? ഇതാണ് സയൻസ്. ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോ. ഓക്കെ, ലിയയുടെ കൈവക്ക് ഇതാണ് മൂണ്. ഓക്കെ, ഇതാണ് സണ്ണ്. അപ്പൊ മൂൺ ഇവിടെ നിൽക്കുമ്പോ സണ്ണ് ഇവിടെ നിൽക്കുമ്പോ മൂൺ ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇവിടെ അപ്പൊ ഇങ്ങനെ ചൂടും തണുപ്പുമായിട്ട് എങ്ങനെ മാറുന്നേ? അപ്പൊ മിക്കവാറും നമ്മൾ ഇങ്ങനല്ലേ മൂന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എർത്ത് ആണെങ്കിൽ ഈ ഭാഗം ചൂടും ഈ ഭാഗം തണുപ്പായിരിക്കും. തിരിച്ചിങ്ങനെ പോകും. പക്ഷെ സൺ ഇവിടെയല്ലേ? സണ്ണ്. അപ്പൊ ഈ ഭാഗം നമ്മൾ എർത്ത് കൊള്ളുന്നില്ലല്ലോ. സയൻസ് ഗൈസ്, സയൻസ്. Anyways, I will think about it. I know. You know, Venus, it's the only planet that spins clockwise. Anti-clockwise. Clockwise. Okay, clockwise, anti-clockwise. Okay. So Earth might spin anti-clockwise. Yeah, Earth is clocking Earth is rotating anti-clockwise, and Venus, not just Earth, the other planets. All planets. They ഇത് പഠിക്കുന്നുണ്ട് നമ്മള്. ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടൊക്കെ ഉണ്ട്. Okay. ഇത് ഫുൾ സോളാർ സിസ്റ്റം ആണോ? No. അത് വേറെ ഇനിയുണ്ട്. Okay. Even in an airplane, a trip
to Pluto would take about 800 years. ഓ Did you know that? നോ ഓക്കെ അപ്പൊ ഒരു കോൾ ഉണ്ട് കേട്ടോ ഗൈസ്. ഹലോ 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 ആരാ സംസാരിക്കുന്നേ? വെൽക്കം ടു ടിങ് ടോം. ഹലോ 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 കുറേ നാളായിട്ടോ അലോക്കെ. കൊറേ നാളെ അലോക്ക് വിളിച്ചിട്ട് അല്ലേ? അപ്പൊ അലോക്ക് സുഖാണോ? എന്ത് നാട്ടിൽ പോയോ അലോക്ക്? ഇല്ല ഇല്ല, അതിനാ നാട്ടിൽ പോകാതിരുന്നേ? ചേട്ടൻ 10th എക്സാം ആണോ? ആ അതുകൊണ്ടാണോ? കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം പോവേ. പഠിക്കാനുണ്ടല്ലേ? ആ അടുത്ത പ്രാവശ്യം നമുക്ക് നാട്ടിൽ പോണം അല്ലേ? അടിച്ചു പൊളിക്കണ്ടേ ഇനി? ആ എന്നാ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നാട്ടിൽ പോയി കഴിയുമ്പോ ഉള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരണം ഇനി. ഓക്കെ. അപ്പൊ അലോക്ക് ഈ പ്രാവശ്യം നാട്ടിൽ പോയില്ല, അപ്പൊ എന്താ ചെയ്തത്? വീട്ടിൽ നിന്ന് ബോറടിച്ചോ? ആ ഓക്കെ. അപ്പൊ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയോ? പുറത്ത് ദുബായിൽ എവിടെയെങ്കിലോ? എവിടെ പോയത്? ദുബായ് മാളിൽ പോയി. ദുബായ് മാളിൽ പോയി അക്വേറിയം ഒക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഏതായിരുന്നു? അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട അക്വേറിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഏതായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രിങ്. ഓക്കെ. സ്റ്റിംഗ്റേ. അത് നല്ല രസമല്ല കാണാൻ, ഇങ്ങനെ പറയുന്നെന്ന് വെള്ളത്തിക്കട പോന്ന് കാണുമ്പോ. ചെറിയ സ്റ്റിംഗ്റേ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നോ? എന്താ ഫോട്ടോ ഒക്കെ എടുത്തോ അതിന്റെ? എടുത്തല്ലേ? ഓക്കെ. അപ്പൊ ദുബായ് മോളിലൊക്കെ പോയി അക്വേറിയം ഒക്കെ കണ്ട് അവിടെ അടിച്ചു പൊളിച്ചല്ലേ? അപ്പൊ അലോക്കിന് ഹോംവർക്ക് ഒക്കെ കാണത്തില്ലേ സ്കൂളിന്റെ? അതൊക്കെ ചെയ്തു തീർത്തോ? ചെയ്തു തീർത്തു. ഓക്കെ, ഗുഡ് ബോയ്. ഓക്കെ, പിന്നെ അലോക്ക് ഒരു കുഞ്ഞു പാട്ട് പാടിത്തരോ? ഒരു കുഞ്ഞു പാട്ട്. ഏത് പാട്ട് പാടണം? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഇഷ്ടമുള്ള കൊറേ പാട്ടൊക്കെ ഇറങ്ങിയില്ലേ, അതിന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. പറയുവാനിതാദ്യമായി പൈകളുമായി. ഹലോ ഹലോ പഠിക്ക ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ കേക്കാവോ? പഠിക്ക ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പറയുവാനിതാദ്യമായി വൈകളുമായി ഇനി ഒരായിരം മൈകൾ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. അതിയെ ഞാൻ വരുന്നതോ അവളുമായും. അടിപൊളിയായിട്ട് പാടി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടത്. നല്ല പാട്ട്, എനിക്ക് ഇഷ്ടത്. അതൊക്കെ പാട്ട് ഇഷ്ടല്ലേ? ഇന്റെ സിനിമ ഉണ്ടായിരുന്നോ? അതും ഇഷ്ടപ്പെട്ടോ? അപ്പൊ അലോക്ക് ഇപ്പൊ നമ്മള് കൊറേ നാളെ അലോക്ക് ഞങ്ങൾ വിളിക്കുന്നല്ലേ? ഇപ്പൊ ഞങ്ങളുടെ ഡെയിലി കോളറാണ് അലോക്ക്. അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ? ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ, അപ്പൊ ചോദ്യം ഇതാട്ടോ. വിച്ച് മന്ത് ഓഫ് ദി ഇയർ ഹാസ് 28 days? ഈസി ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മനസ്സിലുണ്ടല്ലേ? ഹലോ എല്ലാ മനസ്സിലും ഇല്ലേ 28 days? Congratulations. Correct answer ആണ്. Yes, you got the correct answer. And gift ഉണ്ട് കേട്ടോ. സെറ്റ്. ഓക്കെ. അപ്പൊ അലോക്ക് ഇനിയും നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തരണം, ഇനിയും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴത്തേന് അതിന്റെ കൊറേ വിശേഷങ്ങളൊക്കെ പറയണം. അതുമല്ല ചേട്ടന് എക്സാം എഴുതാൻ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ചേട്ടനോട് പറയണം കേട്ടോ, എക്സാം എഴുതണം, നന്നായിട്ട് എഴുതണം എന്ന് പറയണേ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.
Okay, so we are also calling us. പിന്നെ ഇനിയും ആൾക്കാർ വേണം. ഓക്കെ, വിളിക്കുക. ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ. നാട്ടിൽ പോയതിന്റെ വിശേഷങ്ങൾ. അതായത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നാട്ടിൽ പോകുന്നതിന് പകരം വേറെ ഏതെങ്കിലും രാജ്യത്തിൽ പോയെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഒക്കെ കേൾക്കാൻ ആഗ്രഹം. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. ആകെ ദുബായ്, പിന്നെ നാട്ട് അകരകരൊക്കെ മാറിപ്പോയി പോകും. ഓക്കെ, അപ്പൊ ഒരു കോൾ ഉണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ടു ടിങ് ടോക്ക്. ആരാ സംസാരിക്കുന്നേ? ഷാനി. ഹലോ ഹലോ, എന്നാണ്? ഹലോ അയ്നു. ഹൈനാണ്. കട്ട് ചെയ്തിട്ട് പതുവാണ്. നേരത്തെ വിളിച്ചത് ആരാണ്? നേരത്തെ വിളിച്ചത് അയിനു ആയിരുന്നല്ലേ? അപ്പൊ ചോദ്യം ചോദിച്ചില്ല കേട്ടോ അയിനു. ചോദ്യം ചോദിച്ച ആരാണ്? ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഭയങ്കര ഈസി ആട്ടോ. അയിനു ആണെങ്കിൽ നമ്പേഴ്സ് അറിയാവോ? അറിഞ്ഞൂടെ? അയിനൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ 1 to 10 തെറ്റിക്കാതെ അതിന് പറഞ്ഞ ഗിഫ്റ്റ് കിട്ടും. പറഞ്ഞു എന്നാ എന്തോ ഒരു നമ്പർ മിസ്സായല്ലോ. നന്നായിട്ട് പറഞ്ഞു. നന്നായിട്ട് ഈസി ആയിട്ട് ഒന്നും തെറ്റിക്കാതെ പറഞ്ഞല്ലോ. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടാ. അപ്പൊ ഗിഫ്റ്റ് കേട്ടോ എനിക്ക്. ബോണസ് പോയിന്റ്സ്. ഓക്കെ, ABCD പറഞ്ഞോ. A to Z പറഞ്ഞോ. അടിപൊളി. ഓക്കെ, അയ്യോ, അപ്പൊ അതിനും ബോണസ് ആയിട്ട് വേറെ ബോണസ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ അതിനൊക്കെ. അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതിനു. അപ്പൊ ഫാത്തിമയോട് പറഞ്ഞു തരും കേട്ടോ, ഗിഫ്റ്റ് ഉണ്ട്. എനിക്ക് ഗിഫ്റ്റ് കിട്ടി, ഫാത്തിമയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. സെറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് വിളിക്കണം കേട്ടോ അതിനെ കുട്ടി അടുത്ത പ്രാവശ്യം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ അതിന് നമ്മൾ പിന്നെ വിളിച്ച് അതിനൊക്കെ ബോണസ് പോയിന്റ് കിട്ടി. ABCD Z വരെ പറഞ്ഞു. 1 to 10 പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനൊക്കെ അതുകൊണ്ടാണ് ബോണസ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇനിയും വിളിക്കണം. ഇനിയും കുറെ പേര് ഇങ്ങനെ വിളിക്കുക. നിങ്ങളുടെ എല്ലാം പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ ഓക്കെ, എന്നാൽ ലിയ ഫാക്ട്സ് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് എന്താ നമ്മൾ ബ്രേക്കിന് പോയെന്ന് തോന്നുന്നു. അതായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ ചോദിച്ചത്? മോസ്റ്റ് എംബാരസിങ് തിങ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. In my life to this day. There's so many that happened. ഞാൻ പറയാം. നമ്മൾ രണ്ടുപേരും എംബാരസ്, നമ്മൾ രണ്ടുപേരല്ലേ, ഞങ്ങൾ 3 പേര് 4 പേര് എംബാരസ് ആയ കാര്യം പറയാം. ഓർക്കുന്നുണ്ട്. ഇതിട്ട് 2-3 ആഴ്ചകൾക്ക് മുന്നേ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവരുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേനും പാരന്റ്സ് വീട്ടിലില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു, ആന്റി ഉമ്മ എവിടെ, നിങ്ങൾ എവിടെ പോയിരിക്കുകയാണ്? അപ്പൊ please don't that's so bad. I can't say that out loud. നമ്മൾ പുറത്തൊന്നും പറയാൻ പാടാത്ത കാര്യമാണ്. പക്ഷെ റിയലി എംബാരസിങ് ആയിരുന്നു ലിയക്ക് എസ്പെഷ്യലി ലിയക്ക്. എന്റെ പൊന്നെ ആണെങ്കിൽ. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു കേട്ടോ. അയാളെ കണ്ടാൽ എക്സാക്ട് ഫഹദ് ഫാസിൽ ബ്രോ, എക്സാക്ട് ഫഹദ് ഫാസിൽ. ഞങ്ങളിങ്ങനെ നീ ഫഹദ് ഫാസിൽ, ഇതിപ്പോ ഫ്രണ്ട്, അപ്പൊ നീ ഫഹദ് ഫാസിലിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണോ നിൽക്കുന്നത്? ശരിക്കും ഫഹദ് ഫാസിലൊക്കെ. എന്നിട്ടാണെങ്കിൽ അയാളെ ലിഫ്റ്റ് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ആ ലിഫ്റ്റിൽ കയറി. ബിക്കോസ് അവര് വീട്ടിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. എന്നിട്ട് ഇങ്ങനെ നിൽക്കൊക്കെ. ലിയന്റെ മുന്നേ ലിയക്കാണെങ്കിലോ എക്സൈറ്റ്മെന്റ് അല്ല അതൊക്കെ ഫഹദ് ഫാസിലെ പോലെ. ലിയ ഫോൺ എടുത്തിട്ട് എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ അതിൻ്റെ ഇതുണ്ട്, ഒച്ച വന്നു കേട്ടോ. എനിക്ക് ഫോട്ടോ ഒന്നും കിട്ടിയില്ല. വെറുതെ ഒച്ച വന്നേ ഉള്ളൂ. ഒച്ച വന്നപ്പോ അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് ഫോട്ടോ എടുത്ത്. ലിയ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ
ഞാനും ഞങ്ങളുടെ ഫ്രണ്ടും നിന്നിട്ടു. അപ്പൊ ഞങ്ങള് പോച്ചാൻ തുടങ്ങി, ലിയ ഞങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ, അത് അങ്ങനെയെങ്കിലും ലിയ രക്ഷപ്പെടട്ടെ എന്ന്. പക്ഷെ പെട്ടെന്ന് ലിയ സെൽഫി ആക്കും. അപ്പൊ ഞങ്ങള് ചമ്മിപ്പോയി. എന്നിട്ട് അയാൾ പെട്ടെന്ന് തിരിഞ്ഞു, എന്നിട്ട് അയാൾ ലിയ പോസ് ചെയ്ത് തന്നു. ഒരു കാര്യം നിങ്ങൾ ഫോട്ടോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യു ലുക്ക് ലൈക്ക് ഫഹദ് ഫാസിൽ. ചമ്മല് മാറ്റാൻ വേണ്ടി ലിയ ഒക്കെ പറഞ്ഞു, you look like Fahad Fasil. He took it as a compliment and then we became friends. See, that's how fast we became വേറെ friends. രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ അവരും കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ലിഫ്റ്റ് ഭയങ്കര ചിരിയായിരുന്നു ശരിക്കും പറഞ്ഞത്. ലിയയുടെ പോകാൻ കണ്ടെന്റെ അമ്മ ഞാൻ ഇവിടെ എനിവേസ് ഞാൻ എനിക്ക് കുറച്ചും കൂടെ ഫാക്ട്സ് പറഞ്ഞു തീർക്കാണ്ട്. അതുമല്ല എന്റെ ഒരു വിശ്വാസത്തില് ഇലോറയുടെ ചിരി കാരണം ആരും ഇലോറ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. Okay, let's continue. Okay, നമ്മൾ രണ്ട് ഫാക്ട്സും കൂടെ പറഞ്ഞ് നമ്മൾ ചെറിയ ലൈക്ക് വെരി ഷോർട്ട് ഒരു ബ്രേക്കിന് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ രണ്ട് ഫാക്ട്സും കൂടെ പറയാം. നെക്സ്റ്റ് ഫാക്ട്, നെപ്റ്റ്യൂൺസ് ഡേ. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടല്ലോ. നെപ്റ്റ്യൂൺസ് ഡേയ്സ്, they don't have night, they just have day and it lasts for only 16 hours. So one day is 16 hours. Okay. Imagine. Next, you know, നമുക്ക് 24 hours പോലും തേയുന്നില്ല. അപ്പൊ അവിടെ 16 hours അവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കും? Pablo Picasso. Who's Pablo Picasso? ഒരു ഇതല്ലേ, പെയിന്റർ അല്ലേ? ആരാ അത്? ഒരു ഫേമസ് പെയിന്റിംഗ് പറ. എനിക്കറിഞ്ഞൂടാ. മൊണാലിസ പെയിന്റ് ചെയ്താണ്, I think. Starry Night പെയിന്റ് ചെയ്താണ്. That is Pablo Picasso. Okay, so he entered. അയാളെ പെയിന്റ് ചെയ്ത ഡാവിഞ്ചി അല്ല? Is it Da Vinci? Okay, I know Starry Night is Okay, so Pablo Picasso entered art school around the age of 10. Okay, and the Picasso Museum in Barcelona, which is in Spain, includes many early works that he did in his childhood. Imagine. Okay, I know. That is facts. That's just facts that I know. Okay, what I was saying is, like, let's just go for like a 2-minute break. Okay. Yeah, just a 2-minute break. Small break. I know നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. Okay, set. Okay, so let's go for a break. Welcome back to Ting Tong. ഓക്കെ, നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തത് ഇലോറയ്ക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ സമയമുണ്ട്. ഓക്കെ, അപ്പൊ ലോറയുടെ കയ്യിൽ വുഡ് യു റാദർ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാന്ന്. ഫോട്ടോ എടുത്ത് ക്ലിയർ ആയില്ല, പക്ഷെ ഞാൻ പറ്റുന്നത്രയും ട്രൈ ചെയ്യാൻ വായിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, വുഡ് യു റാദർ ഹാവ് പിഗ് നോസ് ഓർ അതിന് മണി ടൈലോ monkey tail? Money tail. Okay, what? Big nose. Pig nose. Oh, okay. Pig okay. I'd say monkey tail. That would be like more. Who cares? Monkey tail. Yeah. Would you rather wear a clown costume or a chicken costume to school? Other to highlight. I don't care what I wear to school. So, chicken costume. Would you rather talk like a robot or sing like a opera singer? Bro, ഞാൻ ഇവിടെ Roblox എന്ന് എഴുതി വെച്ചിരിക്കുന്ന റോബോട്ടിനാണ്. Would you rather talk like a robot or sing like a opera singer? Opera singers. Opera singers, like they have this. Bro, you're supposed to sing. When you're talking, you're gonna sing the whole time. You're gonna say like, hello. Robot ആണെങ്കിൽ ഇച്ചിരി ഇംഗ്ലീഷ് സഹിക്കാം ബ്രോ, സിംഗിങ് കൊണ്ട് പറഞ്ഞോണ്ട്. Okay, fine. I would choose the robot. Would you have a permanent smile or permanent frown? Frown. Oh, smile. Smile makes my day happy. So, സീരിയസ് സിറ്റുവേഷനിലൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാനാണ്. Next question. അടുത്ത്, would you rather fly or breathe underwater? Breathe underwater. I actually like breathing. Fly ചെയ്യണ്ടേ? Fly. I like swimming and all those things. So breathe underwater. Okay.
വുഡ് യു റാദർ ഹാവ് 3 eyes or 3 ears? Where will my ears be? Behind my head. So ears. Whatever. Yes, yeah. അപ്പൊ മുടി അത് കവർ ആയിക്കോളൂ. Yeah. അല്ല അങ്ങനെയാണെങ്കിൽ കണ്ണാണെങ്കിലും പുറയിലില്ലേ, അപ്പൊ മുടി അറിയില്ല. ഇല്ല, കണ്ണാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വല്ലതും കണ്ണു വന്നു. വേണമെങ്കിൽ പുറയില് കണ്ണെന്നൊക്കെ പറയത്തില്ല ആൾക്കാർ, അപ്പൊ പുറയിലും കണ്ണു വരാലോ. Okay, both. Would you have a pet unicorn or a pet dragon? Pet dragon. I can fly. Unicorn flies. But dragon is like more fierce. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വുഡ് യു ഹാവ് ഹെയർ ദാറ്റ് ചേഞ്ചസ് കളർ ഓർ ഗ്രോസ് റിയലി ഫാസ്റ്റ്? Grows really fast. I love long hair. ഓക്കെ, So ഹെയർ ഓക്കെ. yeah, so that's what. അപ്പോൾ ലോറയുടെ would you rather, ലോറയുടെ ചിരി കാരണം ഇന്ന് നമുക്കൊന്നും ശരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ചിരിച്ചില്ല, അതൊരു ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ കുറെ നാൾക്ക് ശേഷം നമ്മൾ വന്ന് നമ്മളുടെ ആദ്യത്തെ ഷോ നമ്മൾ ബ്രാൻഡ് ന്യൂ സീസൺ പോലെ. യാ, അപ്പൊ ഇന്ന് എപ്പിസോഡ് നമ്മൾ ഇന്ന് കുറെ കോളേഴ്സ് ഒക്കെ വന്നു. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ കോളിംഗ് ഗൈസ്. ഞങ്ങള് കുറെ ആക്ച്വലി നെർവസ് ആയിരുന്നു, ഒന്നും എന്ന് ആദ്യമായിട്ടല്ലേ ഇത്, പിന്നെ കോളേഴ്സ് വരുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ പഴയ കോളേഴ്സ് എല്ലാരും വന്ന് വിളിച്ചു. നമ്മളുടെ പ്രണവൻ, പുണ്യ, പിന്നെ അലോക്ക് വന്നായിരുന്നു ഗൈസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ ഗൈസ്, അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കാനിരുന്ന ആൾക്കാർ അടുത്ത ആഴ്ച സാറ്റർഡേ 4 to 5 ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഇനിയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആൻഡ് thank you so much for calling, and please do call again. Okay, so signing off, Leah and Laura. Bye bye.